rithus റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണ്ട കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത്. നമുക്ക് ഇതുപോലെ ആട്ടോ അരിച്ചെടുക്കണ്ടെങ്കിൽ ചെറിയ തരി പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചില പരിപ്പ് മരയ്ക്ക് അരിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവിലേക്ക്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച് ഈ മാവിലേക്ക് അല്പം കറിവേപ്പിൻ്റെ ഇല, ഇനി ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ഒരു 10-15 ഉണ്ടാവും കേട്ടോ. ഇനി 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി 2 വറ്റൽമുളക്, ഉണക്കമുളക് എന്നും പറയും, അതും കൂടി ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ കൈവെള്ള കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ വിരല് വെച്ച് ചെയ്യരുത്, കൈവെള്ള കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ചൂട് വെളിച്ചെണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവുന്നതനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മുളക് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 മുളകും കൂടി എക്സ്ട്രാ ഇടാം. അതിൻ്റെ പകരം വേണമെങ്കിൽ ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് അല്പം മുളക് പൊടിയും ഇടാം കേട്ടോ, ഓപ്ഷനിലാണ്. പരിപ്പ് വട ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പുറം വേഗം വെന്ത് പോവുകയും ചെയ്യും, ഉള്ളിൽ അധികം വേവുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ സൂക്ഷിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ചൂട് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ കാപ്പീൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വേറൊരു റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.